ശബരിമല തീർത്ഥാടനം 17 ദിവസം പിന്നിടുമ്പോൾ പതിവ് ആശയക്കുഴപ്പവും പരാധീനതകളുമില്ലാതെ സമാധാനപരമായ തീർത്ഥാടന കാലം ഉറപ്പുവരുത്താനാകുന്നുവെന്നാണ് ഇക്കുറി ഉള്ള നേട്ടം. മുൻ വർഷത്തേക്കാൾ തീർത്ഥാടകരെത്തിയിട്ടും കൃത്യമായ ആസൂത്രണത്തോടെ തിരക്ക് മറികടക്കാൻ കഴിഞ്ഞുവെന്നതും പ്രത്യേകതയാണ്. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്നിരിക്കെ ഈ മികച്ച തുടക്കം നിലനിർത്താനാകുമോ എന്നതാകും ദേവസ്വം ബോർഡിനും പോലീസിനും മുൻപിലുള്ള വെല്ലുവിളി. നവംബർ 15-ന് ആരംഭിച്ച തീർത്ഥാടനം 15 ദിവസം പിന്നിടുമ്പോൾ തന്നെ 11.5 ലക്ഷം പേരെത്തി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെത്തിയത് 7 ലക്ഷം തീർത്ഥാടകർ. മുൻ വർഷത്തേക്കാൾ 4.5 ലക്ഷം പേർ അധികമെത്തിയിട്ടും ആശയക്കുഴപ്പം ഒന്നും തന്നെയില്ല. നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തും ഏറെക്കുറെ എല്ലാം മികച്ച സൌകര്യങ്ങൾ. മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട സാഹചര്യം എവിടെയുമില്ല. ഇക്കുറി നടത്തിയ മുന്നൊരുക്കങ്ങളിൽ നിർണായകമായത് സുപ്രധാനമായ ചില തീരുമാനങ്ങളാണ്. ദർശന സമയം 2 മണിക്കൂർ ദീർഘിപ്പിച്ചു. നട അടച്ചുകഴിഞ്ഞാലും 18-ാം പടിയിലൂടെ ഭക്തരെ കയറ്റിവിട്ടു. 18-ാം പടിയിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി സമയം 20-ൽ നിന്ന് 15 മിനിറ്റായി കുറച്ചു. വിർച്വൽ ബുക്കിംഗിനൊപ്പം സ്പോട്ട് ബുക്കിംഗും നടപ്പിലാക്കി. ആരും ദർശനം നടത്താതെ തിരിച്ചു പോകുന്നില്ല. തിരക്കേറിയ ഒരു മണ്ഡലകാലം പകുതി പിന്നിടുമ്പോൾ സുഗമമായി എല്ലാം കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് ദേവസ്വം ബോർഡിനും ആശ്വാസം. 70,000 വെർച്വൽ ക്യൂ ആയിക്കോട്ടെ, പക്ഷേ 3 എൻട്രി പോയിന്റുകൾ നിങ്ങൾ വെച്ചിട്ടുണ്ട്. പീരുമേട്, എരുമേലി, പമ്പയിൽ 8 കൗണ്ടറുകളുണ്ട്. അവിടെ അത്യാവശ്യം വന്നാൽ ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള പന്തൽ ഒരുക്കിയിട്ടുണ്ട്. എത്ര പേർ വന്നാലും നമുക്കൊരു ഇപ്പോൾ ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് വന്നിരിക്കുന്നത്. അതായത് 16,500 താഴെ 16,500 താഴെ. എത്ര പേർ നമുക്ക് മാലയിട്ട് തുറന്നിട്ട് വന്നാലും അവിടെ ഒരാളും തിരിച്ചു പോകുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സംതൃപ്തിയോടുകൂടി മറ്റ് ജനങ്ങൾ മടങ്ങുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏതാണ്ട് 20-22-ലധികം ചെറുതുവലുതുമായ ഡിപ്പാർട്ട്മെന്റുകളുടെ സംയോജിതമായ പ്രവർത്തനമാണ്. മണ്ഡലകാലം പകുതിക്ക് ശേഷമാണ് സാധാരണഗതിയിൽ ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കാറുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ 80,000-ന് മുകളിൽ തീർത്ഥാടകർ ഒരു ദിവസം എത്തിച്ചേരുമെന്നാണ് കണക്കാക്കുന്നത്. 1 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് ഒരു സമയത്ത് എത്തുമ്പോഴാണ് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതും തീർത്ഥാടകർക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നതും. ഇതുകൂടി കണക്കാക്കിയാണ് പോലീസിന്റെ നടപടികൾ. ചുഴലിക്കാറ്റും കനത്ത മഴയും കാരണം ഈ ദിവസങ്ങളിൽ വരാനാകാത്ത തീർത്ഥാടകർ വരും ദിവസങ്ങളിലെത്തുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധി നേരിടുവാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും പോലീസും തയ്യാറെടുക്കുന്നത്. ശബരിമലയെക്കുറിച്ച് ധാരണയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായ സ്ഥലങ്ങളിൽ വിന്യസിക്കാനായതും തീർത്ഥാടനം സുഗമമാകുവാൻ ഒരു കാരണമായിട്ടുണ്ട്. ഇതേ രീതിയിൽ മുന്നോട്ടു പോകാനായാൽ പോലീസിനും ദേവസ്വം ബോർഡിനും മാതൃകയാക്കാവുന്ന ഒരു മണ്ഡലകാലമാകും ഇത്. വിപിൻ മുരളിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.